ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ. ആ, ആരോ എന്നെ കാണാൻ വന്നിരിക്കുന്നു. നീ എനിക്ക് GPay നമ്പർ ഒന്ന് അയച്ചേക്ക്. 2K അല്ലേ? ഞാനിപ്പോ തന്നെ അയച്ചേക്കാം. നീ സാറിന്റെ മോളുടെ വീട്ടിൽ പോയല്ലേ? മോളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടില്? ആ, സഹോദരി കാണാൻ പോകുന്നതിൽ എന്താ തെറ്റ്? ആരാടി നിന്റെ സഹോദരി? ഇനി ആ ഫോണിങ് മാറ്റി വെച്ചേ. എന്താ ഈ കാണിക്കുന്ന? ഫോണിങ് തരാം. ഞാൻ ആരാണെന്ന് കരുതിയാടി നീ ആളാകുന്ന? ചോദിച്ചതിന് ഉത്തരം പറ. ആരാ നിന്റെ സഹോദരി? എന്റെ അച്ഛന്റെ മക്കൾ എന്റെ സഹോദരങ്ങളല്ലേ? അയ്യോ വേണ്ട സാറേ, പ്ലീസ് സാറേ. ഈ വിവരം കേട്ടവൾക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് പറയാം. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഞാൻ സാറേ. അയ്യോ സാർ, ഒന്ന് സമാധാനപ്പെടും, നമുക്കെല്ലാം ശരിയാക്കാം. ഇനി ആവർത്തിക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞാ പോരാ. ഇവള് വാക്ക് തരണം. ഇത്രയും നാൾ എന്റെ ജീവിതത്തിന് വില പേശിയ ശേഷം എന്റെ മക്കളുടെ ജീവിതം കൂടി തുലയ്ക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ബാക്കി വച്ചേക്കില്ല നിന്നെ ഞാൻ. നിന്റെ ജന്മവും ജീവിതവും ഞാൻ ഭിക്ഷ ചെയ്ത് തന്നതാ. എനിക്ക് ആരുടെയും ഭിക്ഷയുടെ ആവശ്യമില്ല. ആവശ്യപ്പെടാതെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നാടി ഇക്കണ്ട കാലം മുഴുവൻ. എന്തിന്? നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയതുകൊണ്ടല്ലേ? നിർത്തടി. കൂടുതൽ സംസാരിച്ചാൽ നിന്നെ ഞാൻ ദേ എന്നെ അടക്കി നിർത്താനോ പേടിപ്പിക്കാനോ കരുതിയിട്ടാണ് ഈ ബഹളമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എനിക്ക് എന്റെ രീതികളുണ്ട്. ആ വഴിക്ക് ഞാൻ മുമ്പോട്ട് പോവും. ആരുടെയും ഭീഷണി കൊണ്ട് ഞാൻ പേടിക്കില്ല. ഇനിയും ഞാൻ ആ വീട്ടിൽ പോവും. അവകാശപ്പെട്ടത് കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതായിരുന്നു നിനക്ക് അവകാശപ്പെട്ടത്. ഇതുകൊണ്ട് നിർത്തിക്കൊള്ളണം. നിർത്തുകയല്ല, തുടങ്ങുക എവിടെന്നാ. അച്ഛനെന്നും പറഞ്ഞ് ദേ ഈ നിൽക്കുന്ന മനുഷ്യനേക്കാൾ എന്നെ തല്ലാനും ശിക്ഷിക്കാനും നിങ്ങൾക്കാണ് അധികാരം. നിങ്ങളത് അംഗീകരിച്ചു തന്നാ അവിടെ തീരും നമ്മൾ തമ്മിലുള്ള പ്രശ്നം. അയ്യോ അയ്യോ സാറേ. എടി നീ നാളത്തേക്ക് പോ. സാറിന് വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്. പൊക്കോ, പോവാന് പറഞ്ഞേ. മോറ് നിക്ക്. ഞാൻ തിരികെ തല്ലൂന്നാണോ നിങ്ങൾ പേടിക്കുന്നത്? ഇല്ല, സ്വന്തം അച്ഛനല്ലേ തല്ലിയത്, ഞാൻ കൊള്ളുകയുള്ളൂ. പക്ഷെ ഇനി എന്റെ ദേഹത്ത് തൊട്ടാ നീ എന്ത് ചെയ്യും? കാണണ്ട ഞാൻ. വേണ്ട സാറേ. തൊട്ട് നോക്ക്. ഒരിക്കൽ കൂടി എന്നെ ഒന്ന് തല്ല്, നോക്കാം. ഇവിടെ ഞാൻ. സാറേ വേണ്ട സാറേ. അയ്യോ സാറേ വേണ്ട. മോറ് നിക്കങ്ങോട്ട്. എന്നെ തല്ലി പഠിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ? മോളെ ജനിപ്പിച്ചാ മാത്രം പോരാ, ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം. അവകാശം ചോദിക്കുമ്പോ മടിയല്ലേ? ഞാൻ കാണിച്ചു തരാം. വിടങ്ങോട്ട്. നീ എന്താ ഈ കാണിക്കുന്നേ? നീ എന്താണ് കാണിച്ചത്? നിക്കങ്ങോട്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.